നമ്മൾ ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ബബിൾ സോർട്ട് അൽഗോരിതത്തെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ബബിൾ സോർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നതും ഇനി അതിനുശേഷം ഈ ബബിൾ സോർട്ട് അൽഗോരിതത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സി ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ എഴുതും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലീനിയർ സെർച്ച്, റീഡിങ് അറേ എലിമെൻറ്റ്സ്, ഡിസ്പ്ലേയിങ് അറേ എലിമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് ഈ ബബിൾ സോർട്ട് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് 1 to 8 എന്ന് പറയുന്നത് ഒരു n എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ റീഡ് ചെയ്യുന്ന പോർഷനാണ്. ഇനി എന്താണ് ഈ ബബിൾ സോർട്ടിങ്ങിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ബ്രീഫായിട്ടൊന്ന് ഈ അൽഗോരിതം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. സോ ലെറ്റ് us try to explain how this algorithm works. നമുക്ക് നമ്മുടെ കയ്യിലൊരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു അറേയിൽ നമ്മൾ ഈ അൽഗോരിതം ഉപയോഗിച്ച് n എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ സ്റ്റോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാനൊരു അറേ എഴുതുകയാണ്. ജസ്റ്റ് ഐ ആം റൈറ്റിംഗ് an array consisting of say 5 elements. Let us put it as 1, 5, 2, 4, 3. I'm just putting only 5 elements. 5 elements ഉള്ള ഒരു അറേ ആണ്. അപ്പോൾ നമ്മൾ ഈ അൽഗോരിതത്തിൽ n എന്തായിട്ട് കൊടുക്കും? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദ അറേ. അപ്പോൾ നമ്മൾ ഇത് രണ്ടായിട്ട് ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സെയിം മെമ്മറി ലൊക്കേഷനിലാണ് n is equal to 5. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺസോർട്ടഡ് അറേയാണ്. സോർട്ടഡ് അറേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എലിമെൻറ്റ്സ് എല്ലാം ഐദർ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സോർട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു അൺസോർട്ടഡ് അറേയാണ്. അൺസോർട്ടഡ് അറേ എന്ന് പറഞ്ഞാൽ എലിമെൻറ്റ്സ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഇനി ഈ എൻഡ് ഓഫ് ദിസ് ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് ദിസ് ഈസ് ദ ഇൻപുട്ട് ഓഫ് ദിസ് അൽഗോരിതം. Output of this algorithm is it will get an array that is sorted in ascending order like this: 1, 2, 3, 4, 5. ഇതാണ് ഈ അൽഗോരിതം, ഈ ബബിൾ സോർട്ട് അൽഗോരിതം ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് അറേ. ഇനി എങ്ങനെയാണ് ഇതിനെ എന്തൊക്കെ സ്റ്റെപ്സുകൾ ആണ് ഇതിനകത്ത് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 to 8 എന്ന് പറയുന്നത് എന്താണ്? ഒരു n എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ റീഡ് ചെയ്യും. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ കോൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ സ്റ്റെപ്പ് 9 ഇതിൻ്റെ ഈ ബബിൾ സോർട്ടിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് 9 അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ബബിൾ സോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റെപ്പ് 9-നകത്ത് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഐ ആം സെറ്റിംഗ് ടു 0. സോ ഞാൻ അതിനൊരു പുതിയൊരു പേജ് ഉണ്ടാക്കും. സപ്പോസ് ദിസ് ഈസ് ദ അറേ എലിമെൻറ്റ്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്നിൻ്റെ നേരത്തെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് n5 ആണ്. അറേയിൽ എലിമെൻറ്റ്സ് ഇൻപുട്ട് അറേ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇൻപുട്ട് അറേയിൽ നമ്മൾ കൊടുത്ത എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1, 5, 2, 4, 3. ദിസ് ഈസ് ദ ഇൻപുട്ട് അറേ. ഞാനിതിന് എ എന്ന് പറഞ്ഞ് എ ഓഫ് 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് എലിമെൻറ്റ്. എ ലെറ്റ് us put it as a small letter a for clarity. A of 0, A of 1, A of 2, A of 3 and A of 4. അപ്പോൾ n എലിമെൻറ്റ്സ് ഉള്ള അറേയിൽ അറേ ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0 to n-1 ആണ് അറേ ഇൻഡെക്സിങ് നടക്കുന്നത്. ഇനി ഈ അറേയിൽ നമ്മൾ എങ്ങനെയാണ് ബബിൾ സോർട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ബബിൾ സോർട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ സോർട്ടിൽ n-1 പാസുകളാണ് നടക്കുന്നത്. ഒരു പാസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാസിലും എന്ത് സംഭവിക്കുന്നു? ഈ അറേയിലുള്ള ലാർജസ്റ്റ് എലിമെൻറ്റ് ഈസ് പുഷ്ഡ് ടു ദി എൻഡ് ഓഫ് ദി അറേ. ഇതെങ്ങനെ നടക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ഓരോ പാസിലും നടക്കുന്ന പ്രക്രിയയാണ് ഇതിനകത്ത് ഈ അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ഇത്രയും ഭാഗം സ്റ്റെപ്പ് 13 to 17 ഓഫ് ദിസ് അൽഗോരിതമാണ്
the thing taking in the passes. ഓരോ പാസിലും ചെയ്യുന്നത്. അങ്ങനെ എത്ര പാസ് ഉണ്ട്? n-1 പാസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിന് ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. ഔട്ടർ നെസ്റ്റഡ് ലൂപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഔട്ടർ ലൂപ്പിൽ n-1 പാസുകളാണ് ഉപയോഗിക്കുന്നത്. n എലിമെൻറ്റ്സ് ഉള്ള അറേ ആണെങ്കിൽ n-1 പാസുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് എത്ര വരും? 5 എലിമെൻറ്റ്സ് ഉള്ള അറേയിൽ 4 പാസസ് നടക്കും. സോ ദർ വിൽ ബി 4 passes in this particular example. ഇതിനകത്ത് 5 എലിമെൻറ്റ്സ് ഉള്ള അറേയാണ്, 4 പാസസ് ഉണ്ട്. ഇനി ഓരോ പാസിലും എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഓരോ പാസിലും ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കോൺസെപ്റ്റിലോട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണ്. ഇനി അടുത്തത് എന്താണ്? 5 എലിമെൻ്റ് ഉള്ള അറേയിലാണെങ്കിൽ 4 പാസസ് ഉണ്ട്. പാസ് 1ൽ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പാസ് 1ൽ നമുക്ക് ജസ്റ്റ് ഗോ ത്രൂ ദിസ്. നമ്മൾ അതിൻ്റെ ട്രേസിങ് ഓഫ് ദിസ് അൽഗോരിതമാണ്. ഒരു ഡ്രൈ റൺ ഓഫ് ദിസ് അൽഗോരിതം. ഈ അൽഗോരിതത്തിൻ്റെ ഒരു ഡ്രൈ റൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമേ ഐയുടെ വാല്യൂ എത്രയാണ്? 0 ആക്കി വെച്ചു. അപ്പോൾ നമ്മളൊന്ന് ഐ എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതിന് വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി റിപ്പീറ്റ് സ്റ്റെപ്സ് 11 through 19. 11 through ഇതിനകത്ത് 18 വരെ ഉള്ളൂ. അടുത്ത ഇതിനകത്ത് 19th സ്റ്റെപ്പ് ഉണ്ട്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ ഔട്ടർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ 11 through 19 while I less than n-1. So this refers to n-1 passes. ഔട്ടർ സ്റ്റെപ്സ് നമ്മൾ എത്ര പാസസ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഓരോ പാസിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റെപ്സ് 13 through 17. The steps involved in each pass. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരെ സ്റ്റെപ്പ് while I less than n-1, ഐയുടെ വാല്യൂ 0 ആണ്. ആദ്യമേ ഇനിഷ്യലൈസ് ചെയ്തത് 0 ആണ്. 0 ലെസ് ദാൻ n-1. n എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 0 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് വരും? കം ടു സ്റ്റെപ്പ് 11ലോട്ട് വരുന്നു. സ്റ്റെപ്പ് 11ൽ j എന്ന് പറഞ്ഞ വേരിയബിൾ സെറ്റ് ടു 0. j എന്ന് പറഞ്ഞ വേരിയബിൾ ഈസ് അഗെയിൻ സെറ്റ് ടു 0. ഇനി റിപ്പീറ്റ് സ്റ്റെപ്സ് 13 through 17 while j is less than n-i-1. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മൈനസ് ഐയുടെ ഇനിഷ്യൽ വാല്യൂ എത്രയാണ്? 0 - 1. അപ്പോൾ ആദ്യത്തെ പാസിൽ ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? j ഈസ് ലെസ്. പാസ് 1ൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ j ലെസ് ദാൻ n-i-1 എന്ന് പറഞ്ഞാൽ വിത്ത് ദാറ്റ് മീൻസ് ജെയുടെ വാല്യൂ ആദ്യം എത്രയാണ്? 0 ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ 5 മൈനസ് ഐയുടെ ഇനിഷ്യൽ വാല്യൂ 0 ആണ്. 5 - 0 - 1 4. 0 ലെസ് ദാൻ 4. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, അതിനകത്ത് എന്താണ് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പാസിൽ j ലെസ് ദാൻ n-4 എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പോകാം. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്. 0 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് a ഓഫ് jയും a ഓഫ് j+1 തമ്മിൽ കമ്പയർ ചെയ്യും. സോ യു ക്യാൻ സി a ഓഫ് j എന്ന് പറഞ്ഞാൽ എന്താണ്? jയുടെ വാല്യൂ 0 ആണ്. a ഓഫ് j എന്ന് പറഞ്ഞാൽ ദിസ് ഡാറ്റയാണ്. a ഓഫ് 0 ആൻഡ് a ഓഫ് j+1 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 1ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെറ്റ് us see. If a of j is greater than a of j+1, നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? j ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം ഇത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ലെസ് ദാൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. a of 0 greater than a of 1. This condition is false.
ഫാൾസ് ആയതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ അൽഗോരിതത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് ഈ ഇഫിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇഫിൻ്റെ ബിഗിൻ ഇവിടെയാണ്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ഇഫ്. ഈ ഇഫിനൊരു എൻഡുണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ ഫാൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് എന്താണ് ഇവിടെ നമുക്കൊരു ഇതും കൂടെ കൊടുക്കാം. എൻഡ് ഓഫ് ദിസ് ഈസ് 16.1 എന്ന് കൊടുക്കാം. 16. എൻഡ് ഓഫ് ഇഫ് സ്റ്റെപ്പ് 13 എന്ന് കൊടുക്കണം. എൻഡ് ഓഫ് ഇഫ് സ്റ്റെപ്പ് 13. അപ്പോൾ ഇത് എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് ഇഫിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. 17th സ്റ്റെപ്പിൽ വരുന്നു ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1. സോ ലെറ്റ് us see how it works. ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1. അപ്പോൾ ജെയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 0 ആയിരുന്നത് എന്തായി? നൗ ദ വാല്യൂ ഓഫ് ജെ വിൽ ബിക്കംസ് 1. അപ്പോൾ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ അടുത്തത് എന്ത് സംഭവിക്കുന്നു? പിന്നെയും നമ്മൾ കം ബാക്ക് ആൻഡ് ചെക്ക് ദിസ് വൈൽ ലൂപ്പ്. ഇന്നർ വൈൽ ലൂപ്പാണിലോട്ടാണ് വരുന്നത്. ജെ ലെസ് ദാൻ 1 ലെസ് ദാൻ n മൈനസ് ഐ മൈനസ് 1. ഐയുടെ വാല്യൂ ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 1 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. എ ഓഫ് ജെ ഈസ് ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1 ആണോ എന്ന് നോക്കുന്നു. ജസ്റ്റ് ചെക്ക് വെദർ എ ഓഫ് ജെ, ഇപ്പോൾ ജെയുടെ വാല്യൂ 1 ആണ്. എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ 5 ആണ്. എ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ 5 ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ എ ഓഫ് 1 ഈസ്, ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. എ ഓഫ് 2 ഈസ് ട്രൂ. ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ട്രൂ ആണെങ്കിൽ എ ഓഫ് ഐയും ജെയും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെംപ് ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ, എ ഓഫ് ജെ ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ പ്ലസ് 1, എ ഓഫ് ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ടെംപ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ടെംപ് എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷനിൽ എ ഓഫ് ജെ എന്ന് പറഞ്ഞ ജെയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് 1 എന്ന് പറഞ്ഞതിനകത്ത് ടെംപ് വരുന്നു. എ ഓഫ് ജെ ഇസ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ടീഷൻ ട്രൂ ആയി എ ഓഫ് ജെ ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ പ്ലസ് 1. എ ഓഫ് ജെ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് എ ഓഫ് ജെ പ്ലസ് 1 ഓവർ റൈറ്റ് ചെയ്യും. സോ 2 വിൽ ബി ഓവർ റൈറ്റിംഗ് ഹിയർ. സോ ദിസ് വിൽ ബിക്കംസ് 2. This will becomes 2. You can see a of j is equal to a of j plus 1. a of j plus 1 is equal to temp. ടെമ്പിനകത്ത് വാല്യൂ 5 ആണ്. എ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 1 ആണ്. ജെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. എ ഓഫ് 2നകത്ത് ടെമ്പിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ലെറ്റ് us see. This is changed and this is overwritten with the value of temp is 5. So ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു. എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1 വരുമ്പോൾ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു. ഇനി ഇതിന് ശേഷം ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ഇഫ്, എൻഡ് ഓഫ് ദ സ്റ്റെപ്പ് ഇഫ് സ്റ്റെപ്പ് 3 എന്നുള്ള കോൺസെപ്റ്റിൻ്റെ എൻഡാണ് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ജെ ഒന്നും കൂടെ കൂട്ടുന്നു. ജെയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? ജെയുടെ വാല്യൂ 2 ആയി. സോ 1 മാറി ഇപ്പോൾ 2 ആയി. ഇനി ഈ 2 വന്നതിന് ശേഷം അഗെയിൻ ഗോ അപ്പ് ആൻഡ് ചെക്ക് 2 ലെസ് ദാൻ n മൈനസ് ഐ മൈനസ് 1. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4. ഐയുടെ വാല്യൂ എത്രയാണ്? 0. 4. എന്നിൻ്റെ വാല്യൂ 5 ആണ്. 5 മൈനസ് 0 മൈനസ് 1 ദറ്റ് ഈസ് 4. ജെയുടെ വാല്യൂ എത്രയാണ്? 2 ലെസ് ദാൻ 4. ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോഴെന്ത് സംഭവിക്കുന്നു? അഗെയിൻ യു വിൽ ഗോ ടു ജെ ലെസ് ദാൻ n മൈനസ് 1 ഈസ് അഗെയിൻ ട്രൂ. ജെ എന്ന് പറയുന്നത് എത്രയാണ്? 1. Now it is j becomes 2 less than 4. ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ again come into the
inner step of ഈ condition true ആയതുകൊണ്ട് again come to step 13. A of j is greater than A of j plus 1. A of j എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം now j യുടെ വാല്യൂ 2 ആണ്. A of j എന്ന് പറഞ്ഞാൽ 5ഉം A of j plus 1 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? A of j greater than A of j plus 1, that is A of 2 is greater than A of 3. ഈ കണ്ടീഷൻ A of 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 greater than A of 3 എന്ന് പറഞ്ഞാൽ 4. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ട്രൂ ആകുമ്പോൾ ഈ A of jയും A of j plus 1ഉം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ എക്സ്ചേഞ്ച് പ്രോസസ്സ് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. So what you will do is this 5 and this 4 is changed to this becomes 4 and this becomes 5, and at the end of this this thing j is again incremented by 1. J will becomes 3. j2 എന്നുള്ളത് j3 ആയി. Again A of 3യും A of j plus 1 ഇതും 3 ആയിട്ട് again go up to and check this condition j less than n minus I minus 1. n minus I minus 1 4 ആണ്. 3 less than 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോഴത്തേക്കും എന്താണ്? this is you can see that 3 less than 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ A of 3 എന്ന് പറഞ്ഞാൽ A of jയും A of j plus 1ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. A of jയും A of j is greater than A of j plus 1 ആണെങ്കിൽ ഇത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഈ കേസിൽ എന്താണ്? A of jയുടെ വാല്യൂ 3 ആണ്. A of 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 greater than A of j plus 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 5 greater than 3 ആയതുകൊണ്ട് ഇത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. So this condition is exchanged, and now you can see that this will becomes 3 and this will becomes 5. ഇനി again j, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞു. j പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് j is incremented by 1. j is equal to 4. Again go up 4 less than 4. ആ കണ്ടീഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ ലൂപ്പിൻ്റെ ഇവിടെ ചെക്ക് ചെയ്യുന്നു. 4 less than 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദിസ് വിൽ ബിക്കംസ് ഫാൾസ്. എക്സിറ്റ് ഫാൾസ് ആണെങ്കിൽ എന്താണ്? എക്സിറ്റ് ഇന്നർ ലൂപ്പിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു പാസ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ യു ക്യാൻ സി പ്രീവിയസ് ഇതിനകത്ത് ഫസ്റ്റ് പാസ് കഴിയുമ്പോഴത്തേക്കും എന്താണ്? ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരും. സ്റ്റെപ്പ് 19ലോട്ട് വരും. ആ സ്റ്റെപ്പ് 19ലോട്ട് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ആ സ്റ്റെപ്പ് 19ലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. 19ൽ I plus 1 ആവും. I is again incremented by 1. I will becomes 1. ഐയുടെ വാല്യൂ 1 ആയി. അപ്പോൾ ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എലിമെൻറ്റ്സ്, അറയിലുള്ള എലിമെൻറ്റ്സ് എന്ത് സംഭവിക്കുന്നു? ഈ അറയിലുള്ള ഫസ്റ്റ് ഇന്നർ ലൂപ്പിൽ നിന്ന് കൺട്രോൾ വെളിയിൽ വരുമ്പോൾ ഈ അറയിലുള്ള ലാർജസ്റ്റ് എലിമെൻറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദി എൻഡ്. ലാർജസ്റ്റ് എലിമെൻറ്റ് എവിടെ വന്നു? 5 ആണ്. 5 ഇങ്ങേ അറ്റത്തോട്ട് എത്തി അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പാസ്. അപ്പോൾ ഫസ്റ്റ് പാസിന് ശേഷം അറേ ഒന്ന് ഞാൻ റീറൈറ്റ് ചെയ്യുവാണ്. 1 2 4 3 5 ആണ് ഫസ്റ്റ് പാസിന് ശേഷം അറേയിൽ വരുന്നത്. സോ let us rewrite this array as 1 2 4 3 5. This is A of 0, this is A of 1, this is A of 2, this is A of 3, this is, sorry,
This is a of 3 and this is a of 4. Okay. ഇതാണ് ഇതിൻ്റെ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പാസ്. അപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്, ഓരോ പാസ് കഴിയുമ്പോഴും ഈ അറയിലെ ടോപ്പ് മോസ്റ്റ് എലിമെൻറ്റ് ഈസ് ബബിൾഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് അറേ. ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പാസ്. ഇനി ഫസ്റ്റ് പാസ് കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് പാസിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. ഐയുടെ വാല്യൂ എന്ത് പറ്റി, സ്റ്റെപ്പ് 19 വരുമ്പോൾ യു ക്യാൻ സി ഐ ഈസ് ഈക്വൽ ടു i+1. യു ക്യാൻ സി ഐയുടെ വാല്യൂ 0 നിന്ന് 1 ആയി. Again go back to this, again set j equal to 0, again reset j to 0. J is reset to 0. Again go back, repeat steps 13 through 17, j less than n minus I minus 1. രണ്ടാമത്തെ പാസ് ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പാസിൽ ഇതിലെ എന്താണ് ടോപ്പ് മോസ്റ്റ് എലിമെൻ്റ് ഒരു എൻഡിൽ വന്നു. ഇനി രണ്ടാമത്തെ പാസിൽ ഈ പാർട്ട് എടുക്കേണ്ട കാര്യമില്ല, ബാക്കി ഇത്രയും ഭാഗത്ത് മാത്രം നമ്മൾ സെക്കൻഡ് പാസ് അപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ n മൈനസ് I മൈനസ് 1 എടുക്കുന്നത്. രണ്ടാമത്തെ പാസിൽ വരുമ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. n മൈനസ് I മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 minus 1 minus 5 minus 1 is 4, 4 minus 1 is 3, 4 minus 1 is 3. അപ്പോൾ 0 ലെസ്, അപ്പോൾ ഇതിനകത്ത് വരുന്നത് സെക്കൻഡ് പാസിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, j ലെസ് ദാൻ 0 ലെസ് ദാൻ 3 എന്നാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാസിൽ 0 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പാസിൽ വരുമ്പോൾ 0 ലെസ് ദാൻ 3 എന്ന് വരും. എന്തുകൊണ്ടാണ് 0 ലെസ് ദാൻ 3 എന്ന് പറയുന്നത്, അതാണ് n മൈനസ് I മൈനസ് 1 കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ പാസ് വരുമ്പോൾ ഈ ഭാഗം ലാസ്റ്റ് എലിമെൻറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ളതിലാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിൽ രണ്ടാമത്തെ പാസിൽ എൻ്റെ എന്താ പറയുന്നത്, ഈ ബാക്കിയുള്ള എലിമെൻറ്റ്സ് 1 2 4 3 ലാർജസ്റ്റ് എലിമെൻറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദി a third position in the array, so that these two elements will be sorted. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ജെയുടെ വാല്യൂ 0 ആണ്. എ ഓഫ് ജെ ഈസ് ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1. ഈ കണ്ടീഷൻ ശരിയാണോ എന്ന് നോക്കുക. എ ഓഫ് ജെയുടെ വാല്യൂ ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 0 ആണ്. എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് 0, I am just rewriting, of 2, a of 3, a of 4. Okay, a of j is 0, 1. 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 1 ഈസ് ഇത് ഗ്രേറ്റർ ആണോ, ഗ്രേറ്റർ അല്ല. ഗ്രേറ്റർ അല്ലാത്തതുകൊണ്ട് ഡോണ്ട് ഡു എനിത്തിങ്, ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് j. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ കണ്ടീഷൻ just you can see that this condition will become false ആയതുകൊണ്ട് ഈ ഇഫ് ഇവിടെ തുടങ്ങുന്നു, ഇതാണ് ഇവിടെ എൻഡ് ചെയ്യുന്നു. 16.1 എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ എൻഡ് ചെയ്യുന്നു. j is equal to j+1 ആ സ്റ്റെപ്പ് റൺ ചെയ്യുന്നു. ജെയുടെ വാല്യൂ 1 ആയി. സോ സിംപ്ലി ചേഞ്ചസ് ദ വാല്യൂ ഓഫ് j ഫ്രം 0 to 1. ഇനി എന്ത് ചെയ്യുന്നു, അടുത്തതിൽ 2a ഓഫ് ജെയും j+1ഉം 2ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 2 is a of j is less than a of j+1. 2 is less than 4. അങ്ങനെ ആയതുകൊണ്ട് ഡോണ്ട് ഡു എനിത്തിങ്, ഒരു എക്സ്ചേഞ്ചും അവിടെ നടക്കത്തില്ല. ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് j is equal to 2. സോ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത് j ലെസ് ദാൻ n മൈനസ് I മൈനസ് 1. n മൈനസ് I മൈനസ് 1ൻ്റെ വാല്യൂ എത്രയാണ്, 3 വരുന്നത് വരെ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യത്തില്ല. j ഈസ് ജസ്റ്റ് ഇൻക്രിമെൻറ്റ്, j വിൽ ബിക്കംസ് 2. ഇനി ഈ 4ഉം 3ഉം എ ഓഫ് ജെയും j+1ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 4ഉം 3ഉം 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ 4ഉം 3ഉം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദിസ് വിൽ ബിക്കംസ് 3 ആൻഡ് ദിസ് വിൽ ബിക്കംസ് 4. j പിന്നെയും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. j വിൽ ബിക്കംസ് 3.
സോ 3 n minus I minus 1 3 ആണ്. 3 less than 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ false ആണ്. 3 less than 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ false ആണ്. സോ ദ കൺട്രോൾ comes out of this inner for loop and go to step 19 of this algorithm. അപ്പോൾ സെക്കൻഡ് പാസ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അറയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എലിമെന്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് second but one പൊസിഷൻ ഇൻ ദി അറേ. അപ്പോൾ സെക്കൻഡ് പാസിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. Let us see how it works. സെക്കൻഡ് പാസിൻ്റെ അവസാനത്തിൽ 4 and 5 ഈസ് സോർട്ടഡ്. ഓക്കെ, അഗെയിൻ സ്റ്റെപ്പ് 19 വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 19 ഐ ഒന്നും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 2 ആയി മാറുന്നു. 1 എന്നുള്ളത് 2 ആയി മാറുന്നു. ലെറ്റ് us rewrite the value of I here. So it is changed to 2. അപ്പോൾ മൂന്നാമത്തെ പാസിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഐയുടെ വാല്യൂ 2 ആയി, ജെയുടെ വാല്യൂ you can see 2 ആയിട്ട് again go up to here 11 while I is less than n minus 1. n-ൻ്റെ വാല്യൂ 5 ആണ്. 2 less than 4. 5 minus 1 is 4. 2 less than 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് again you can see that ഐയുടെ വാല്യൂ 2 ആയി. തേർഡ് പാസിൽ ഐയുടെ വാല്യൂ 2 ആയി. ഇനി നമുക്ക് നോക്കാം. ജെ ഈസ് അഗൈൻ റീസെറ്റ് ടു 0. ജെയുടെ വാല്യൂ 0 ആയി. സോ ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് ജെ ടു 0. ആയി. ഇനി റിപ്പീറ്റ് സ്റ്റെപ്സ് 13 to 7 വൈൽ n minus I minus 1. ജെ ലെസ് ദാൻ n minus I minus 1. ജെ ലെസ് ദാൻ, ജെയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 0 ലെസ് ദാൻ n minus I minus 1. തേർഡ് പാസിൽ എന്ത് സംഭവിക്കുന്നു? n എന്ന് പറഞ്ഞാൽ 4 ആണ്. ഐയുടെ വാല്യൂ 2 ആണ്. 4 minus 2 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 minus 2 is 2. 2 minus 1 is 1. So it will check up to this particular point. അടുത്ത പാസിൽ ഇത്രേ എലിമെൻറ്റ്സേ ഉള്ളൂ. ഇത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് n minus 1 ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും മതി. ഒന്നും കൂടെ കുറഞ്ഞു. സോ 4 minus 2 minus 1 is 1. സോ ജെ ഈസ് 0. എ ഓഫ് ജെയും എ ഓഫ് ജെ പ്ലസ് 1ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എ ഓഫ് ജെ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1. അപ്പോഴെന്ത് സംഭവിക്കുന്നു? നോ എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. സിംപ്ലി ജെ ഈസ് ഇൻക്രിമെൻറ്റഡ്. സോ ജെ വിൽ നൗ ബിക്കംസ് 1. അഗെയിൻ എ ഓഫ് ജെയും എ ഓഫ് ജെ പ്ലസ് 1ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ 1 is, this value is 1. പിന്നെ ജെ ഈസ് അഗെയിൻ ഇൻക്രിമെൻറ്റഡ് ബൈ 1. 1 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. ശരിയാണല്ലോ? 1 ലെസ് ദ 4 minus 2 minus 1. 4 minus 2 is 2. 2 minus 1 is 1. 1 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് ഇന്നർ ഫോർ ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നു. ഐ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. ഐ നൗ ബിക്കംസ് 3. ആൻഡ് ഗോ ടു ദ ഔട്ടർ ലൂപ്പ്. അഗെയിൻ റീസെറ്റ് ജെ ടു 0. ജെ 0 ആയി. പിന്നെ n minus I minus 1 എത്രയാണ്? 4 minus 3 is 1. 1 minus 1 is 0. സോ 0 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. ആ കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് ഔട്ടർ ഫോർ ലൂപ്പിൽ നിന്ന് കൺട്രോൾ വെളിയിലോട്ട് വരും. സോ നൗ വി വിൽ ഗെറ്റ് ദിസ് എലിമെൻറ്റ് ഇറ്റ്സെൽഫ് ഈസ് ഓൾസോ സോർട്ടഡ്. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് എ ബബിൾ സോർട്ട് അൽഗോരിതം വർക്ക്സ്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ബബിൾ സോർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അൽഗോരിതത്തിൻ്റെ C ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു?
ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സോ ലെറ്റ് us come to the online GDB compiler to explain the working of this bubble sort. So this is the online GDB compiler. So I am just removing this part, and I am just translating each step of this algorithm into its equivalent C implementation. So first of all, let us go to the first step of this algorithm, a print enter how many elements. അത് ഞാൻ ഇതിലോട്ട് കൊടുക്കുകയാണ്. സോ പ്രിൻറ്റിന് പകരം നമ്മൾ printf കൊടുക്കുന്നു, enter how many elements. ഒരു ന്യൂ ലൈൻ ക്യാരക്ടറും കൂടി ഇട്ടു. ദിസ് ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദി സ്റ്റെപ്പ് 1 ഓഫ് ദിസ് അൽഗോരിതം. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ റീഡ് n. റീഡ് ചെയ്യുന്നതിന് മുമ്പേ ആ നമ്പർ n എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ആ ഡിക്ലറേഷൻ നമ്മൾ സിയിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡിക്ലെയർ n, ആൻഡ് ദെൻ റീഡ് എന്നിന് പകരം നമ്മൾ സിയിൽ എന്ത് ഉപയോഗിക്കും? വി വിൽ യൂസ് scanf this %d, comma ampersand n. So given ampersand n here. So third step കഴിഞ്ഞു. Set I is equal to 0, repeat step 6 through 7 while I less than n. അപ്പോൾ നമുക്ക് we can use a for loop. I equal to 0 ന് പകരം for I is equal to 0, that will be executed once. For I is equal to 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് ദ ഇനിഷ്യലൈസേഷൻ ഓഫ് ദ ഫോർ ലൂപ്പ്. അതിനുശേഷം എന്താണ് കണ്ടീഷൻ? എന്താണ്? I less than n. I less than n is the condition. That is, അതിനുശേഷം എന്താണ്? ലാസ്റ്റ് പാർട്ട് ഈസ് ദ ഇൻക്രിമെൻറ്റേഷൻ. ഇൻക്രിമെൻറ്റേഷൻ ഈസ് I is equal to I plus 1. So I am just writing I plus plus. സോ ഇതിനകത്തുള്ള ഈ ഇനിഷ്യലൈസേഷനും ഇൻക്രിമെൻറ്റേഷനും നമ്മൾ ഫോർ ലൂപ്പിലിട്ടു. ഈ പാർട്ട് റീഡ് എ ഓഫ് ഐ എന്ന് പറഞ്ഞ പാർട്ടിന് ഞാൻ അതിന് പകരം scanf %d, ampersand a of I. ഇത്രയും ചേർത്തു. സോ steps 5, 6, 7, 8 was already been. 8th step is the end of this for loop. ഇത്രയും ചെയ്തു. ഇനി അടുത്ത എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതം നമുക്ക് നോക്കാം. സെറ്റ് I is equal to 0, റിപ്പീറ്റ് സ്റ്റെപ്സ് 11 through 9 while I is less than n minus 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? I equal to, we can again use the same for loop for doing this. അതിനകത്ത് 9th സ്റ്റെപ്പിലെ ഇനിഷ്യലൈസേഷൻ പാർട്ടാണ് ആദ്യമേ നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുക്കുന്നത്. സോ for I is equal to 0. അപ്പോൾ ഫസ്റ്റ് കിട്ടി. ഇനി കണ്ടീഷൻ പാർട്ട് I less than n minus 1. So I less than n minus 1 കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻക്രിമെൻറ്റേഷൻ പാർട്ട് ഓഫ് ദി I. അത് അവസാനമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇൻക്രിമെൻറ്റേഷൻ പാർട്ട് ഓഫ് ദ I, that is step 19, that I am writing step 19 of the algorithm in this for loop. This is the beginning and this is the end of this for loop. ഇനി ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? Again you can use another for loop with j is equal to 0. സ്റ്റെപ്പ് 11-നകത്ത് j 0 ആണ്. അപ്പോൾ അത് ഇന്നർ ഫോർ ലൂപ്പിൽ ഫോർ j is equal to 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിൻ്റെ കണ്ടീഷൻ j is less than n minus I minus 1. സോ ദെൻ j plus plus. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു. ഫോർ j is equal to 0, j less than n minus I minus 1, then j plus plus. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഐയും ജെ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഹാവ് ടു ബി ഡിക്ലെയർഡ്. സോ I, j is declared. അതുകൂടാതെ എ എന്ന് പറഞ്ഞ അറേ ഉപയോഗിച്ചിട്ടുണ്ട്. അറേയും ഡിക്ലെയർ ചെയ്യണം. അറേ സേ ലെറ്റസ് എ ഓഫ് 15. അറേയുടെ സൈസ് 15 ആണ്. 15 ഉള്ള അറേയും കൂടെ ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എ ഓഫ് ജെ ഈസ് ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1. ആ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഐ എം യൂസിങ് ദ ഇഫ് കണ്ടീഷൻ എ ഓഫ് ജെ
is greater than a of j plus 1. അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? We have to perform interchange of a of j and a of j plus 1. Temp is equal to a of j. Temp is equal to a of j എന്ന് പറഞ്ഞാണ്. That is step 14 of this algorithm. Temp എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയും വേണം. So let us declare it as temp. Then a of j is equal to a of j plus 1. A of j is equal to a of j plus 1. That is step 15 of this algorithm. Step 16 എന്ന് പറഞ്ഞാൽ എന്താണ്? Step 16 is a of j plus 1 is equal to temp. Let us put it as temp. This is the end of the step 13 if in the end ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. that is already there. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? increment j by 1. j is equal to j plus 1. That part is already included in the for loop, so you need not add again because incrementation part ഇതിനകത്താണ് inner for loopനകത്ത് j plus plus already കൊടുത്തിട്ടുണ്ട്. There is no need for this. ഇനി അത് കഴിഞ്ഞ് let us come to the step 19 of this algorithm. I is equal to I plus 1. ആ പാർട്ട് ഔട്ടർ ഫോർ ലൂപ്പിൻ്റെ ഐയിലും ഇൻക്രിമെൻറ്റേഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബബിൾ സോർട്ട് അൽഗോരിതം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അൽഗോരിതത്തിന് ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് കൊടുക്കാനായിട്ട് ഒരു എലിമെൻറ്റ്സ് റീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെസ്സേജും കൊടുക്കുന്നു. എൻ്റർ ദ എലിമെൻറ്റ്സ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. പ്രിൻ്റ് ഓഫ് ജസ്റ്റ് എൻ്റർ ദി എലിമെൻറ്റ്സ്. Enter the elements. This is the അത് കഴിഞ്ഞ ശേഷം ബബിൾ സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കണം. ഔട്ട്പുട്ട് എടുക്കുന്നതാണ് സ്റ്റെപ്പ് 21 to 27. എന്താണ് ചെയ്യുന്നത്? നമ്മൾ അറേ എലിമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യുന്ന പാർട്ടാണ് ചെയ്യുന്നത്. ലെറ്റ് us try to write print array elements after bubble sort. അപ്പോൾ പ്രിൻറ്റിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്രിൻ്റ് ഓഫ് we will go array elements after bubble sort. അത് കൊടുത്തതിന് ശേഷം എന്ത് വരുന്നു? for I is equal to 0, I less than n, I plus plus, printf %5d, comma a of I. So this is the same thing. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ യു ക്യാൻ യൂസ് ഇതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പിന് പകരം വൈൽ ലൂപ്പ് ഉപയോഗിക്കാം. വൈൽ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കോഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് വി ക്യാൻ ഏബിൾ ടു റൺ ദിസ് ബബിൾ സോർട്ട് അൽഗോരിതം. ലെറ്റ് us try to run this algorithm and say how it works. So it shows enter how many elements. ഞാൻ 5 കൊടുക്കുന്നു. enter the elements. ആദ്യമേ 1 കൊടുത്തു, നമ്മൾ നേരത്തെ കൊടുത്ത അത് തന്നെ 5 കൊടുത്തു, then 2 കൊടുത്തു, then 4 കൊടുത്തു, then 3 കൊടുത്തു. So let us see the array elements after bubble sort. You will get 1, 2, 3, 4, 5, which is the sorted array. Then you can able to debug the working of this particular bubble sort algorithm. So let us try to debug the working of this algorithm. ഞാൻ ആ ഡീബഗിങ് പാർട്ട് ഞാൻ നേരത്തെ ഓൾറെഡി അതിൻ്റെ കോൺസെപ്റ്റ് അൽഗോരിതത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അഗെയിൻ ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് വർക്ക്സ്. സോ ലെറ്റ് us കം ടു, ഞാൻ ഇതിനകത്ത് ഡീബഗ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഐ എം പുട്ടിങ് എ ബ്രേക്ക് പോയിന്റ് ഹിയർ അറ്റ് ലൈൻ നമ്പർ 21. ശരിക്കും ആദ്യമേ അറേ എലിമെൻറ്റ്സ് റീഡ് ചെയ്യുന്ന പാർട്ട് ലൈൻ നമ്പർ 20 വരെയാണ് റീഡ് ചെയ്യുന്ന പാർട്ട്. അവിടെ ഞാൻ ബ്രേക്ക് പോയിന്റ് ഇടുന്നില്ല. ഐ എം പുട്ടിങ് എ ബ്രേക്ക് പോയിന്റ് അറ്റ് ലൈൻ നമ്പർ 21. അതുവരെയുള്ള പാർട്ട് അറേ റീഡ് ചെയ്യുന്ന പാർട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഡീബഗിങ് പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. സോ ലെറ്റ് us
ഡീബഗ് കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഡീബഗ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഏത് പോർഷനാണോ ഡീബഗ് ചെയ്യേണ്ടത് ആ ലൈനിലോട്ട് നമ്മളൊരു ബ്രേക്ക് പോയിന്റ് ഇൻസേർട്ട് ചെയ്യണം. ബ്രേക്ക് പോയിന്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ആ ബബിൾ സോർട്ടിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഐ എം പുട്ടിങ് ബ്രേക്ക് പോയിന്റ് അറ്റ് ലൈൻ നമ്പർ 21. ലൈൻ നമ്പർ 21 ബ്രേക്ക് പോയിന്റ് ഇൻസേർട്ട് ചെയ്യാൻ ഐ എം ജസ്റ്റ് യൂസിങ് ദ GDB കമാൻഡ് B ഫോർ ബ്രേക്ക് പോയിന്റ് ആൻഡ് ദെൻ യു ഹാവ് ടു സ്പെസിഫൈ ദ ലൈൻ നമ്പർ 21. സോ എ ബ്രേക്ക് പോയിന്റ് ഈസ് ഇൻസേർട്ടഡ് അറ്റ് ലൈൻ 21. അതിനുശേഷം നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യണം. റൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് R എന്ന് പറഞ്ഞ കമാൻഡാണ് ഉപയോഗിക്കുന്നത്. R കമാൻഡ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇത് വരുന്നു എൻ്റർ ഹൗ മെനി എലിമെൻറ്റ്സ്. ഞാനൊരു എലിമെൻറ്റ്സ് ഇത് തന്നെ കൊടുക്കുന്നു, 5 കൊടുക്കുന്നു. 1 5 2 4 3. ഇപ്പോൾ നമ്മൾ ആ ബ്രേക്ക് പോയിന്റിൻ്റെ അവിടെ വന്ന് നിന്നു. അപ്പോൾ എലിമെൻറ്റ്സ് ഓഫ് ദ അറേ യു ക്യാൻ സി, ഇതാണ് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കി അറിയാൻ പറ്റും. 1 5 2 4 3 എന്നുള്ളതാണ് അറേ എലിമെൻറ്റ്സ്. എന്നിൻ്റെ വാല്യൂ 5 ആണ്. ഐയുടെ വാല്യൂ ആദ്യമേ ഇപ്പോൾ ഇത് റീഡ് ചെയ്ത് വന്നപ്പോൾ ഐയുടെ വാല്യൂ 5 ആണ്, ജെയുടെ വാല്യൂ 0 ആണ്. ഇനി 1 by 1 ആയിട്ട് ഇത് റൺ ചെയ്ത് നോക്കാം. ലൈൻ ബൈ ലൈനായിട്ട് റൺ ചെയ്യണമെങ്കിൽ N എന്ന് പറഞ്ഞ കമാൻഡാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് N കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കുക. ഐയുടെ വാല്യൂ ആദ്യമേ ഈ 21ാമത്തെ ലൈനിൽ ഫോർ ലൂപ്പിൽ ഐയുടെ വാല്യൂ ആദ്യമേ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ലെറ്റ് us say ഐയുടെ വാല്യൂ 0 ആയി. യു ക്യാൻ സി 5ൽ നിന്ന് ഐയുടെ വാല്യൂ 0 ആയി. യു ക്യാൻ സി ദിസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് യു ക്യാൻ സി ദ വാല്യൂ ഓഫ് ഐ 0 ആയി. ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത I ലെസ് ദാൻ n-1 ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കുക. സോ ഞാൻ അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. P സ്പേസ് I ലെസ് ദാൻ n-1. the value true ആണ്, so it is 1. അപ്പോൾ it comes to the inner for loopലോട്ട് വരും. just let us inner for loop എന്ന് പറഞ്ഞാൽ ലൈൻ നമ്പർ 23ലോട്ട് വരും. let us see how it works. സോ ലൈൻ നമ്പർ 23ലോട്ട് വന്നു. 23ലോട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ജെയുടെ വാല്യൂ അഗെയിൻ 0 ആയിട്ട് വന്നു. ജെ ലെസ് ദാൻ n-i എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. let us print P സ്പേസ് ജെ ലെസ് ദാൻ n-i-1. that is also true. അപ്പോൾ if a of j is greater than a of j plus 1 എന്ന് നമുക്ക് നോക്കാം. സോ P സ്പേസ് a of j എന്താണെന്ന് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുന്നു. a of j എന്ന് പറഞ്ഞാൽ 1 ആണ്. P സ്പേസ് a of j plus 1, a of j plus 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 1 ഈസ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ജെ ഹാവ് ടു ബി ഇൻക്രിമെൻറ്റഡ്. നെക്സ്റ്റ് കൊടുത്തു. ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെയുടെ വാല്യൂ 1 ആയി. a of j is greater than print a of j. a of j എന്ന് പറഞ്ഞാൽ എന്താണ്? a of j പ്രിന്റ് ചെയ്തു. a of j is now 5. a of j plus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? a of j plus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോറി, സോ P സ്പേസ് a of j plus 1 കൊടുത്തു. സോ a of j plus 1 2 ആണ്. 5 greater than 2 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോഴെന്ത് സംഭവിക്കും? എക്സ്ചേഞ്ച് നടത്തുന്നു. a of jയും a of j plus 1ഉം എക്സ്ചേഞ്ച് ചെയ്യുന്നു. അത് നമുക്ക് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. let us see. temp is equal to a of j. a of jക്കകത്ത് 5 വന്നു. a of j is equal to a of j plus 1. a of j 2 വന്നു. a of j plus 1 is equal to temp. So this 5 and 2 are exchanged. You can see this in the array. These 5 and 2 have been exchanged. ഇനി അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജെ ഈസ് ഇൻക്രിമെന്റഡ് ബൈ 1. ജെ നൗ ബിക്കംസ് 2. സോ പ്രിന്റ് n-i. P സ്പേസ് n-i-1 എത്രയാണെന്ന് നോക്കാം. n-i-1ന്റെ വാല്യൂ 4 ആണ്. ജെയുടെ വാല്യൂ 2 ആണ്. സോ അഗെയിൻ ഇറ്റ് വിൽ പെർഫോം ദ സെയിം തിങ്. അഗെയിൻ എന്ത് പറ്റുന്നു? ജെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെയുടെ വാല്യൂ 2 ആണ്. a of 2 എന്ന് പറഞ്ഞാൽ a of 5 ആണ്. 5 ഈസ് ഗ്രേറ്റർ ദാൻ 4 കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ ഇറ്റ് വിൽ എക്സ്ചേഞ്ച് ദീസ് 2
values. You can see this is exchanged. Okay, so 5 is moved one position again in the array. പിന്നെയും നമ്മൾ ചെയ്യുന്നു a of j അതും നത്തും 5 എക്സ്ചേഞ്ച് ചെയ്യുന്നു. Now j less than n minus I minus 1 എന്ന് പറഞ്ഞ jയുടെ വാല്യൂ 3 ആണ്, n എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 minus 0 minus 1 that is 4. Next കൊടുത്തു. So now it comes to first pass കഴിഞ്ഞു. First pass കഴിയുമ്പോൾ it is come to the ith part. I is again incremented by 1. At the end of the first pass you can see the largest element 5 is moved to the end of this array. That is 1, 2, 4, 3, 5 എന്നുള്ളതാണ് ഫസ്റ്റ് പാസ്സിൽ എൻഡിൽ വന്നിരിക്കുന്നത്. So the same step is repeated. So you can see അപ്പോൾ ഫസ്റ്റ് പാസ്സിൽ എന്ത് ചെയ്യുന്നു, ലാർജസ്റ്റ് എലിമെൻറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് അറേ ദാറ്റ് ഈസ് ഷോൺ ഹിയർ. You can see that the 5 is the largest element that is moved to the last position in the array. ഇനി അടുത്ത രണ്ടാമത്തെ പാസ്സിൽ എന്താണ്, ലാർജസ്റ്റ് എലിമെൻറ്റ് 4 ആണ്. 4 സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലോട്ട് എത്തും. അത് നമുക്ക് അതിൻ്റെ എൻഡ് ഓഫ് ദിസ് പാസ് അതിൻ്റെ ഇതൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ബാക്ക് at the end of this pass. So you can see that 4 is moved to the second last position in the array. So this is the way in which this bubble sort algorithm works. So So I am just moving this algorithm and running this each step of this algorithm again and again. So now you will get to this elements that is already sorted in the ascending order 1, 2, 3, 4, 5. Then you can see the each elements in the bubble sort. So you can see so you can put the continue part. So it will print all the elements of this in this array that is 1, 2, 3, 4, 5 is printed. So this is the way in which this bubble sort algorithm works. So in the next video we shall discuss about some additional problems in the arrays part, that is insertion and delete operations in the array. So thank you for patiently watching this video.